ഞാൻ സംബന്ധിച്ച് അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഫസ്റ്റ് വരുന്നത് ക്രഷ്ഡ് ടിഷ്യൂ ഫാബ്രിക് ശരിക്കുന്നതാണ്. നമുക്ക് ക്രഷ്ഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാലും ഭയങ്കര ഓവറായിട്ട് തിളക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഫംഗ്ഷൻ ബേസ്ഡ് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ദുപ്പട്ടയാണല്ലോ ഫുൾ പ്രിന്റഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നമ്മുടെ ഓർഗൻസ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക് എന്ന് വെച്ചാൽ ഭയങ്കര പറന്നൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം നമുക്കിങ്ങനെ ഒതുക്കിയിടാനാണെങ്കിലും പറ്റുന്ന സൈസ് ഫാബ്രിക്കാണ്. അപ്പോൾ ടോപ്പാണ് മെയിൻ അട്രാക്ഷൻ കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ഒത്തിരി ടൈപ്പിൽ വരുന്നുണ്ട്. ചെറിയ ചെറിയ മെറ്റീരിയൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഇത് എനിക്കൊന്ന് നല്ല ഫാബ്രിക്കാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ലേസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. കളറും നല്ല രസമുള്ളൊരു പീച്ച് മിക്സ്ഡ് ഒരു ഓണിയൻ പിങ്കും പീച്ചോടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ്. ചിലർക്ക് പീച്ച് തന്നെയായിട്ട് കാണിക്കുമായിരിക്കും. ആ ഒരു ഒറ്റ കളറായിട്ട് കണക്ക് കൂട്ടരുത്. കുറച്ചൊരു പിങ്കിൻ്റെ കൂടെ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയാട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മെറ്റീരിയലുമാണ്. ഫുള്ളായിട്ട് എംബ്രോയിഡറി ഫ്രണ്ട് പോർഷന് പോയിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ലേസ് വർക്കിൻ്റെ ഭംഗിയാണ് എടുത്ത് പറയേണ്ടത്. നമ്മളിത് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് അറിയത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ചുമ്മാ വെച്ച് കാണിക്കുമ്പോൾ ഇത് മനസ്സിലാവില്ല. നമ്മൾ തയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അത് കയറി വരുമ്പോഴത്തേനും നെക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട കണ്ടല്ലോ, പറഞ്ഞിട്ട് ഫുൾ പ്രിൻറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട പോയേക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു 1500 മേലെ റേറ്റ് പറയുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ പ്രൈസാണ്. നമ്പർ AC 290, റേറ്റ് 1340 രൂപ മാത്രമേ ഉള്ളൂ. 1340. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറാട്ടോ. അതായത് കുറച്ച് ആഷും ബ്ലൂവും കൂടെ ചേർന്നുള്ള ഷെയ്ഡ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണാൻ നല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ ഒരു ഓണിയൻ പിങ്ക് കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. രണ്ട് കളേഴ്സും കൂടെ വരുമ്പം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്. ഒരു ഡിഫറെൻറ്റ് ഫീലിൽ നിൽക്കും കേട്ടോ. നമ്മുടെ നോർമലായിട്ട് ഇങ്ങനെ വർക്കുള്ളതൊക്കെ വെച്ച് നോക്കുമ്പം നമുക്കൊരു സിൽക്കൊക്കെ ഇട്ട ഒരു ഫീലിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക് സെയിം കളറാണ്. നമ്പർ AC 291, റേറ്റ് 1340. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ. പിസ്സ ഗ്രീൻ്റെ ഒക്കെ ഏകദേശം ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ അകത്തും സെയിം രീതിയിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഭയങ്കര അടിപൊളിയാണ്. രണ്ട് കളറും കൂടെ ഭയങ്കര ചേർച്ചയാട്ടോ. നമുക്കൊരു പിങ്ക് പീച്ച് മിക്സർ ഒരു ഷെയ്ഡിലാണ് ദുപ്പട്ട പോയിരിക്കുന്നത്. നല്ല വലിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ. ടോപ്പിൽ അങ്ങനെ ഒരു ചെറിയൊരു എംബ്രോയിഡറി മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുമ്പോൾ മൊത്തത്തിൽ ആ സെറ്റിന് തന്നെ ഭയങ്കര എടുപ്പാണ് കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് സെയിം കളറാണ്. പിന്നെ നമ്പർ AC 288, റേറ്റ് 1340 1340. ലാസ്റ്റ് കളർ നല്ല ലാവണ്ടറിൻ്റെ ഭയങ്കര നല്ലൊരു ഷെയ്ഡ്. സെയിം രീതിയിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു പിങ്ക് കൊടുത്താൽ അത്ര ഭംഗിയില്ല. അതുകൊണ്ട് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കുറച്ചൊരു ലൈറ്റ് ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. കോൺട്രാസ്റ്റ് വരുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെയാണ് ഫുള്ളായിട്ടൊരു ലുക്ക് വരുന്നത്. നല്ല ലെങ്ത് ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ AC 289, റേറ്റ് 1340.